Welcome back to our English classes once again, and I hope you all listened to our last class and understood the concepts perfectly. So today we are moving on to our next unit, that is different forms and techniques of communication. So in our first unit we studied introduction to communication. So we are going to upgrade our level a little bit, and in this unit we are going to study different forms and techniques that we normally use to communicate. സോ ഫസ്റ്റ് യൂണിറ്റിൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സോ നമ്മൾ കുറച്ചും കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ലെവൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസും ടെക്നിക്സും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഈ ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാകും എന്താണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് പോലെ അതിൽ ഒരുപാട് ടേംസ് ഈ ഒരു യൂണിറ്റിൽ റിപ്പീറ്റഡ് ആയി വരുന്നുണ്ട്. സോ ആ ഭാഗങ്ങളൊന്നും ഞാൻ അത്ര എലാബറേറ്റ് ആയിട്ടായിരിക്കില്ല ക്ലാസ് എടുക്കുന്നത്. സോ ലെറ്റ്സ് സീ. First of all, communication is the process of producing, transmitting or exchanging information from one person to another. ഇത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് ഡിസ്കസ് ചെയ്തതാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന്. ബേസിക്കലി ഒരു പ്രോസസ്സാണ് നമ്മുടെ മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ നെക്സ്റ്റ് വൺ, നമ്മളിത് ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് ലാറ്റിൻ ടേം. കമ്മ്യൂണിക്കേഷൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ ലാറ്റിൻ വേർഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കെയർ ആണ്. ഇറ്റ് മീൻസ് ഷെയർ. So we are going to the main topics, that is different forms of communication. കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് തരങ്ങൾ അല്ലെങ്കിൽ ടൈപ്പുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ചാനലുകളാണ്, പിന്നെ ബേസ്ഡ് ഓൺ സ്റ്റൈൽ ആൻഡ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. അതായത് ഒരു ചാനലുകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഫോമുകൾ തിരിക്കുക, പിന്നെ സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ട്, പിന്നെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. സോ നമ്മളിത് ഓരോന്നായി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസ്ഡ് ഓൺ ചാനൽ. ഈ ബേസ്ഡ് ഓൺ ചാനലിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് മെൻഷൻഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഓരോന്നായി നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ വാട്ട് ഈസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു തരണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ ലാസ്റ്റ് യൂണിറ്റിൽ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ സൗണ്ടിലൂടെ, സംസാരത്തിലൂടെ, അക്ഷരങ്ങളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ബേസിക്കലി. Next one is oral communication. Oral communication happens in the spoken form. സംസാരത്തിലൂടെ, മൗത്ത് ടു മൗത്ത് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ടെലിഫോൺ കോൺവെർസേഷൻ, അങ്ങനെ ബേസിക്കലി സൗണ്ട് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് ലേറ്റ്, ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ഇൻ അവർ ഫസ്റ്റ് ചാപ്റ്റർ that written conversation has evolved rapidly through ages. It is more formal than oral. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യലി നമ്മൾ സ്റ്റോണിൽ, റോക്സിലൊക്കെ ആയിരുന്നു എഴുതാറുണ്ടായിരുന്നത്. പിന്നെ അത് നമ്മൾ പേപ്പറിൻ്റെ ഡിസ്കവറിയിലൂടെ കുറച്ചും കൂടെ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ആൻഷ്യൻ സിവിലൈസേഷന് നമ്മൾ ഒരുപാട് മുന്നിട്ട് കൊണ്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഹാസ് കം എ ലോങ് വേ. ഇതാണ് ഇതിലൂടെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഫോർമൽ ദാൻ ഓറൽ. ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാളും ഫോർമലായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് മൂവ് ചെയ്യുന്ന ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. സോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇമെയിൽ, ലെറ്റേഴ്സ്, നോട്ടീസസ്, മിനിറ്റ്, മെമ്മോ എക്സെട്ര, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റിലൈസ് ഓൺ external aspects like body language, symbols, etc. It does not use words, but it is more accurate than verbal language.
നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആസ്പെക്റ്റ്, അതായത് ബോഡി ലാംഗ്വേജ്, ജസ്റ്ററുകൾ, സിമ്പിൾസ്, ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് വാക്കുകളിലൂടെ, സംസാരത്തിലൂടെ അല്ലെങ്കിൽ എഴുത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് വേർബൽ. അപ്പോൾ നോൺ വെർബൽ എന്ന് പറയുന്നത് ഇതൊന്നും അല്ലാതെ നമ്മുടെ ബോഡി കൊണ്ട് ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്റ്റ് ഒക്കെ റിലൈ ചെയ്യുന്ന മെസ്സേജ്, ഇതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് യൂസ് വേർഡ്സ്, വാക്കുകൾ വേർഡ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിലും വേർബൽ ലാംഗ്വേജിനേക്കാളും അല്ലെങ്കിൽ വേർബൽ കമ്മ്യൂണിക്കേഷനേക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫേമസ് കോട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒരു തവണെങ്കിലും കേട്ടിട്ടുണ്ടാവും, ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. നമ്മൾ ചെയ്ത് കാണിക്കുന്നതാണ് നമ്മുടെ വാക്കുകളേക്കാൾ എന്താ പറയുക ശബ്ദമുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണെന്ന് പറയുന്നത് നമുക്ക് തീർത്തും ശരിയാണെന്ന് പറയാം. സോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ്, പ്രോക്സിമിക്സ്, കൈനസിക്സ്, ഹാപ്റ്റിക്സ് എന്നൊക്കെയാണ്. 3 മേജർ ഫോംസ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് 3 മേജർ ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. അത് 3 എന്ന് പറയുന്നത് ഒന്നാമത് കൈനസിക്സ്, പിന്നെ പ്രോക്സിമിക്സ്, പിന്നെ ഹാപ്റ്റിക്സ് ആണ്. സോ ലെറ്റ്സ് ഗോ വൺ ബൈ വൺ. Kinesics is the study of the way in which certain body movements and gestures serve as a form of non-verbal communication. അതായത് കൈനസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് കൈനസിക്സ്. ഇത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മേജർ ഫോം കൂടിയാണ്. ബേസിക്കലി ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ ഒരാൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു പ്രോസസ്സാണ് ഹാപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ലൈക്ക് ഐ സെഡ് ബോഡി ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതാണ് കൈനസിക്സ്. പിന്നെ പ്രോക്സിമിക്സ് ആണ് നെക്സ്റ്റ് വൺ. പ്രോക്സിമിക്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ പേഴ്സണൽ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു സർട്ടൻ സെൻസ് ഓഫ് സ്പേസ്, പേഴ്സണൽ സ്പേസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് ഹെൽത്തി ആയിട്ട് മൂവ് ആവുള്ളൂ. സോ നമ്മൾ ഹ്യൂമൻ ഇൻട്രാക്ഷൻസിൽ പേഴ്സണൽ സ്പേസ് നയിക്കുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിനെ നമ്മൾ ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാപ്റ്റിക്സ് ആണ്. ഹാപ്റ്റിക്സ് ഈസ് എ ഫോം ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസിങ് എ സെൻസ് ഓഫ് ടച്ച്. നമ്മുടെ ടച്ചിലൂടെ, സ്പർശനത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് ഹാപ്റ്റിക്സ്. ലൈക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കും അല്ലെങ്കിൽ ഹൈഫൈ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ജനറലായിട്ട് നമ്മളൊരാളുടെ തോളത്ത് തട്ടുക, നമ്മളെ സപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പല പല സിറ്റുവേഷൻസിലും വാക്കുകളിൽ ഉപരി, വാക്കുകളില്ലാതെ നമ്മൾ എന്താ പറയുക ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ടച്ചുകളിലൂടെ ഒരാൾക്ക് സപ്പോർട്ട് കൊടുക്കുക, അങ്ങനത്തെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ് ഇറ്റ്, കൈനസിക്സ് എന്ന് പറയുന്നത് ബോഡി ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ജെസ്റ്റേഴ്സിലൂടെ, നമ്മുടെ എക്സ്പ്രഷൻസിലൂടെ, സിമ്പിൾസിലൂടെ നമ്മൾ മറ്റൊരാൾക്ക് മെസ്സേജ് കൊടുക്കുന്നത്. പ്രോക്സിമിക്സ് എന്ന് പറയുന്നത് പേഴ്സണൽ സ്പേസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് പ്രോക്സിമിക്സ്. പിന്നെ നെക്സ്റ്റ് വൺ ഹാപ്റ്റിക്സ് ആണ്, സെൻസ് ഓഫ് ടച്ചിലൂടെ മറ്റൊരാൾക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഹാപ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ സ്റ്റൈൽ. സ്റ്റൈലിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്.
നെക്സ്റ്റ് വൺ ഇസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഓർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇസ് എ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ വിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഈസ് ഡൺ ത്രൂ പ്രീഡിഫൈൻഡ് ചാനൽസ്. ഇറ്റ് ഈസ് rigid, systematic and passes through different stages, and it is slow. It would produce documented records that can be tracked at later time if necessary. അതായത് ഫോർമൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ബേസിക്കലി ആൻ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. സോ ഈ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് പ്രീ ഡിഫൈൻഡ്, നേരത്തെ തീരുമാനിച്ചു വച്ചിട്ടുള്ള പ്രോട്ടോകോൾസ്, ചാനൽസ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുക. സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രമേ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇതിനൊക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തുകൊണ്ട് പല പല സ്റ്റേജസിലൂടെയാണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്നത്. ഇത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ചില കേസിലൊക്കെ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻസിൻ്റെ റെക്കോർഡൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്ത് വച്ചിട്ടുണ്ടാകും. കാരണം നമുക്ക് ഒരു ലേറ്റർ സ്റ്റേജസിൽ ഇതൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ആൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുള്ള ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു പേരാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു എ വർക്കർ ഇൻ എ ഫിർം wants to convey something to the director. He or she has to follow protocol through proper channels passing through various levels. അതായത് ഒരു ഫിർമിലെ ഒരു വർക്കർ, അദ്ദേഹത്തിന് ഒരു ഡയറക്ടറുമായിട്ട് എന്തോന്ന് ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുണ്ട്. അപ്പം നേരെ അങ്ങോട്ട് തള്ളിക്കയറിപ്പോയി കാര്യങ്ങൾ പറയാൻ അങ്ങനെ അത് പോസിബിൾ അല്ല, പറ്റത്തില്ല. സോ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഒരുപാട് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം. ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, ഒരുപാട് സിസ്റ്റമാറ്റിക് രീതിയിലൂടെ മാത്രമേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ. കാരണം ലൈക്ക് ഐ സെഡ്, ഇയാളൊരു നോർമൽ ഓർഡിനറി വർക്കറാണ്. സോ ഡയറക്ടർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഹി ഹാസ് എ പൊസിഷൻ ഓഫ് പവർ. അങ്ങനെ പവറിലിരിക്കുന്ന ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോക്കോളാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും, ടൈം കൺസ്യൂമിങ് ആണ്. എത്രത്തോളം ടൈം എടുക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു സ്റ്റുഡൻറ്റ് പ്രിൻസിപ്പാളിനോട് എന്തെങ്കിലും എന്താ പറയുക, ബോർഡ് മീറ്റിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റാഫ് മീറ്റിങ്ങിൽ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ആദ്യം ടീച്ചറിനെ ഇത് ഇൻഫോം ചെയ്യണം. ടീച്ചർ അത് ജെന്വിൻ ആണെന്നറിഞ്ഞാൽ പിന്നെ പ്രിൻസിപ്പാളിനെ ഇൻഫോം ചെയ്തിട്ട് പ്രിൻസിപ്പൽ അതിനുള്ള നെസസറി സ്റ്റെപ്സ് ഒക്കെ എടുത്തിട്ട് വേണം സ്റ്റാഫ് മീറ്റിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. സോ ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഒഫീഷ്യൽ സ്റ്റെപ്സിലൂടെ നമ്മൾ നമ്മുടെ ഒരു മെസ്സേജ് മറ്റൊരാളിൽ എത്തിക്കുന്ന പ്രോസസ്സാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ലോ ആയിട്ടുള്ള ഒഫീഷ്യൽ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള പ്രോസസ്സാണെങ്കിൽ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചാനലിലൂടെ പോവാതെ, പ്രോട്ടോകോൾ ഫോളോ ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റായിട്ട് നടത്താൻ പറ്റുന്ന ഇൻഫോർമൽ അല്ലെങ്കിൽ സാധാ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിനോടൊക്കെ നടത്താൻ പറ്റുന്ന ടൈപ്പ് കോൺവെർസേഷനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. ഇറ്റ് സ്ട്രെച്ചസ് ഇൻ ഓൾ ചാനൽസ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇതൊന്നുമല്ല, പക്ഷേ ഇൻഫോർമൽ ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമുക്കിങ്ങനെ ഒരുപാട് റിജിഡായിട്ട് സ്ലോ ആയിട്ടുള്ള പ്രോസസ്സൊന്നുമല്ല, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നടത്താവുന്നതാണ്. ഈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നും വിളിക്കാറുണ്ട്. സോ റിമെമ്പർ ദാറ്റ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഹാപ്പൻസ് വിത്ത് പീപ്പിൾ ഓഫ് സെയിം ലെവൽ. അതായത് ഒരേ തുല്യരായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോടുള്ള ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺവെർസേഷൻ. ഇത് നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളങ്ങനെ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ചില മാനറിസത്തിലൊന്നും അല്ല സംസാരിക്കുന്നത്. നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് എന്തും സംസാരിക്കാവുന്ന ഒരു സ്റ്റേജാണത്. അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ, നമ്മുടെ സിബ്ലിങ്സ്, ഇവരോടൊക്കെ നമ്മൾ നടത്തുന്നൊരു ഡയറക്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷനാണ്
ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ is on the basis of number of participants. So നമ്മൾ based on style, channel എന്നിവ നമ്മൾ പറഞ്ഞു. സോ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് based on number of participants. എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ടോ അതിൻ്റെ ബേസിസിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ലെവൽസ് ആണ്, അല്ലെങ്കിൽ പേരുകളാണ്, അല്ലെങ്കിൽ ഫോംസ് ആണ് ഈ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. What is interpersonal communication? It is the type of communication that happens within oneself. നമ്മൾ ഒരാളിലുണ്ടാകുന്ന, ഒരാൾ എമിറ്റ് ചെയ്യുന്ന, നമ്മളോട് തന്നെ നടത്തുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ് ഹാപ്പൻസ് വിത്തിൻ വൺ പേഴ്സൺ. ഇറ്റ് ഇൻവോൾവ്സ് ഓൺലി വൺ പേഴ്സൺ. നമ്മൾ മാത്രമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇത് നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ സെൽഫ് ഇവോൾവ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന്, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തു പോയൊരു മിസ്റ്റേക്സ് നമുക്ക് തിരുത്താൻ, അല്ലെങ്കിൽ അത് ബേസിക്കലി നമ്മുടെ ഒരു ബെറ്റർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനുള്ള എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എ പേഴ്സൺ റിമെമ്പറിങ് സംതിങ് ആൻഡ് എക്സ്പീരിയൻസിങ് ഇമോഷൻ. നമ്മൾ സപ്പോസ് നമ്മുടെ ലൈഫിലൊരു മെമ്മറബിൾ മൊമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക വർഷങ്ങൾക്ക് ശേഷം. സോ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു ഇവൻറ്റിനെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സിൽ ആ ഇവൻറ്റ് തരുന്ന സന്തോഷം അല്ലെങ്കിൽ സങ്കടം, ഈ ഒരു ഇമോഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഒരാൾ മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ സെൽഫ് ഇവോൾവ്മെൻറ്റിന്, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളിൽ നടക്കുന്ന ഒരു ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണിത്. സോ നെക്സ്റ്റ് വൺ ഇസ് ഡയഡിക് കമ്മ്യൂണിക്കേഷൻ. Dyadic communication is the type of communication that happens between two people. രണ്ട് പേരുകൾക്കിടയിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ ആണ് ഡയഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഡുവോ, ഡൈ, ഇതൊക്കെ ഡൈ എന്നൊക്കെ പറയുന്നത് ടു പീപ്പിൾ, രണ്ടാളുകളെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അതെന്താണെങ്കിലും. സോ ഡയഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ. പിന്നെ ദ പൊസിഷൻ ഓഫ് സോഴ്സ് ആൻഡ് റിസീവർ ആർ ഇൻ്റർചേഞ്ച്ഡ് ഡ്യൂ ടു ഡൈനാമിക് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ ഒരു സോഴ്സിൻ്റെയും റിസീവറിൻ്റെയും പൊസിഷൻ എപ്പം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. കാരണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഡൈനാമിക് എങ്ങനെയായിരിക്കും. കാരണം ലൈക്ക് നമ്മുടെ ഫ്രണ്ടിനോട് കോൺവേഴ്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫ്രണ്ട് ഒരു ഇൻഫർമേഷൻ തരും, അത് നമ്മൾ റിസീവ് ചെയ്യും. പിന്നെ നമ്മൾ അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ സോഴ്സും റിസീവറും ഇൻ്റർചേഞ്ച്ഡ് ആവുന്നുണ്ട്. കാരണം ഇതൊരു ഈക്വൽ ആയിട്ടുള്ള രണ്ട് പേര് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആയതുകൊണ്ട് ഡൈനാമിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നതാണ്, ഇൻ്റർചേഞ്ചബിൾ ആണ്. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയഡിക് കമ്മ്യൂണിക്കേഷൻ ഇസ് എ ഫ്രണ്ട്ലി ടെലിഫോൺ കോൾ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഫ്രണ്ട്. നമ്മുടെ ഫ്രണ്ടിനോട് നടത്തുന്ന ഒരു ഫ്രണ്ട്ലി ടെലിഫോൺ കോൾ ആകാം ഡയഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡയഡിക് കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഐ സെഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രണ്ട് പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. സോ ഇവിടെ നമുക്കൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എന്നുള്ള ഇതിൽ ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇൻട്രാപേഴ്സണലാണ്. അത് ഒരാളുടെ സെൽഫുമായിട്ട് നമ്മളോട് നടത്തുന്നൊരു കമ്മ്യൂണിക്കേഷനാണ്. അതും പിന്നെ ഈ ഡയഡിക് കമ്മ്യൂണിക്കേഷനിലെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡൗട്ട് വരാൻ പാടില്ല. മറ്റേത് ഇൻട്രാപേഴ്സണൽ ആണ്, ഇത് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അതായത് രണ്ട് പേരിൽ കൂടുതൽ, 2 or more പീപ്പിൾ ഉള്ള ടൈപ്പ് ഇൻട്രാക്ഷൻ, ഹ്യൂമൻ ഇൻട്രാക്ഷൻ ആണ് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇൻവോൾവ്സ് മോർ ദാൻ 2 പീപ്പിൾ. അതായത് സപ്പോസ് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തുകയാണ് നമ്മുടെ ഓഫീസിൽ. നമ്മളെല്ലാവരും കൂടെ എന്തായാലും 2-ലധികം ആളുകളുണ്ടാകും, ഡിസ്കസ് ചെയ്യുക, ഒരു കോമൺ പോയിൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നൊരിത്. ഈ ഒരു സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഫോർമലും ആവാം ഇൻഫോർമലും ആവാം. ഒഫീഷ്യൽ രീതിയിൽ നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഓഫീസിൽ ലൈക്ക് ഐ സെഡ് വർക്കേഴ്സ് തമ്മിലുള്ള ചെറിയൊരു മീറ്റിംഗ്, ഗ്രൂപ്പ് മീറ്റിംഗ്, ഇത്
ഫോമൽ ആയിരിക്കും. അതേ സമയത്ത് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത് അത് ഇൻഫോർമൽ ആയിരിക്കും. സോ ഇത് ഫോമൽ ഓർ ഇൻഫോർമൽ ആവാം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. സോ ആൻഡ് ഇൻഫോർമേഷൻ ഷെയർഡ് വുഡ് ബി ഓഫ് കോമൺ ഇൻട്രസ്റ്റ്. ഒരു കോമൺ പോയിന്റ് അല്ലെങ്കിൽ ഒരു കോമൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കോമൺ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും ഈ ഒരു സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നത്. സോ യാ, next one is public communication. So let's see what it is. Public communication is a type of communication in which messages from a single person will be received by many people or audience. അതായത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് അയാളുടെ മെസ്സേജ് ഒരുപാട് പേരിലേക്ക് എത്തിക്കുക. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. അതായത് സപ്പോസ് നമുക്ക് എക്സാമ്പിളായിട്ട് ഒരു പബ്ലിക് സ്പീച്ച് കൊടുക്കാം. ഇത് ഒരാളാണ് ഡെലിവർ ചെയ്യുന്നതും ഒരാളാണ് ഡെലിവർ ചെയ്യുന്നതെങ്കിലും ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കും. കാരണം ഒരു ഓഡിയൻസിന് ഫുള്ള് ഈ ഒരു സ്പീച്ച് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് ഒരുപാട് പേരിലേക്ക് ഡെലിവർ ചെയ്യാൻ നമുക്ക് സക്സസ്ഫുള്ളി സാധിക്കും. സോ ഇതാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് ഒരുപാട് പേരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന type of communication. Public communication may be employed for purposes including but not limited to education, entertainment, politics, generating relationships or networks, etc. അതായത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യപ്പെടുന്നത്. ഇൻക്ലൂഡിങ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു എന്ന് പറയുന്നുണ്ട്. ഇത് ഇൻക്ലൂഡ് ചെയ്യപ്പെടും, പക്ഷേ ഇത് മാത്രമല്ല എന്ന് പറഞ്ഞ് കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്, പൊളിറ്റിക്സ്, ജനറേറ്റിംഗ് നെറ്റ്വർക്ക്സ്, എക്സെട്ര. ഇതിനൊക്കെയാണ്. പക്ഷേ ഇത് മാത്രമല്ല ഈ ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ്റെ സെൻസ് ഓഫ് പേർപ്പസ് എന്നാണ് പറയുന്നത്. So next one is mass communication. What is mass communication according to you? നമ്മളിത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഡിഗ്രി തന്നെയുണ്ട്. സോ വാട്ട് ഈസ് മാസ് കമ്മ്യൂണിക്കേഷൻ? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേർ ദർ ഈസ് എ ഹ്യൂജ് നമ്പർ ഓഫ് ഓഡിയൻസ് ഹു കനോട്ട് ബി ഗ്രൂപ്പ്ഡ് ടുഗെദർ ആൻഡ് ഹെൻസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ആസ് എ മീഡിയം ടു റീച്ച് ദം. അതായത് മാസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ കയ്യിലൊരു മെസ്സേജ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കണം. അതിനൊരു വേ പോസിബിൾ അല്ല. ലൈക്ക് നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കുറച്ച് ആളുകളുണ്ട്. അതായത് നമ്മളൊരു ലാർജർ അല്ലെങ്കിൽ വൈഡർ വേൾഡ് വൈഡ് ഓഡിയൻസിലേക്ക് നമ്മളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത് അതിനൊരു മീഡിയം ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. നമുക്കത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ടെക്നോളജി ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന മെത്തേഡാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് എക്സാമ്പിളായിട്ട് റേഡിയോ നമുക്ക് പറയാം. നമ്മൾ ഒരാൾ മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരുപാട് പേരിലേക്ക്, ഈ റേഡിയോ കേൾക്കുന്ന ഒരുപാട് പേരിലേക്ക് ഈ മെസ്സേജ് പാസ്ഡ് ആവുന്നുണ്ട്. അതുപോലെ ടെലിവിഷൻ ന്യൂസൊക്കെ വരുന്ന സമയത്ത് ഒരാൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക് മാത്രമല്ല ഈ ഒരു ന്യൂസ് ആക്സസ് ആവുന്നത്, പക്ഷേ ഒരുപാട് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആർക്കും എപ്പം വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു വൈഡർ ഓഡിയൻസിലേക്ക് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന മെത്തേഡാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Here no scope for feedback is possible as it is mediated by technology. അതായത് ഫീഡ്ബാക്ക് നമുക്ക് പോസിബിൾ അല്ല, കാരണം ഇത് ടെക്നോളജി വഴി മീഡിയേറ്റഡ് ആയതുകൊണ്ട് വൺ സൈഡ് ആയിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. നമുക്കൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം നമ്മളിപ്പോൾ റേഡിയോയിൽ കേൾക്കുകയാണെങ്കിൽ നമുക്കതിന് ഒബ്വിയസ്ലി ആ ഒരു ടൈമിൽ ആ സ്പോട്ടിൽ റിപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഇതൊരു വൺ വേ ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ്. സോ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് ഇതോടെ അവസാനിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. സോ വി ആർ മൂവിങ് ഓൺ ടു our നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് or the second part of our unit, that is techniques of communication. കമ്മ്യൂണിക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ്, മെത്തേഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരേണ്ട ചേഞ്ചസ്, ഇംപ്രൂവ്മെൻറ്റ്സ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ടൈപ്സ് കുറച്ച് ടെക്നിക്കാണ്. So there are certain techniques that can be used to make a communication more effective. Let's look at that. ഇവിടെ 8
ടെക്നിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡീപ്പ് ക്യൂരിയോസിറ്റി, സെക്കൻഡ് വൺ ഈസ് ഡിസ്പ്ലേ എന്തൂസിയാസം, ബി എംപത്തറ്റിക്, റിഫ്ലക്റ്റ് ഹോണസ്റ്റി, പോളിഷ് സെൻസ് ഓഫ് ഹ്യൂമർ, പോസിറ്റിവിറ്റി, ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി, പിന്നെ കെയർഫുൾ ചോയ്സ് ഓഫ് വേർഡ്സ്. ഈ ഒരു 8 ടെക്നിക്സ് ആണ് ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് അധികമുണ്ട്, ബട്ട് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ ഈ ഒരു 8 എണ്ണമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഡെവലപ്പ് ക്യൂരിയോസിറ്റി, അതായത് നമ്മളൊരു ഇൻഫർമേഷൻ കേൾക്കുകയാണെങ്കിൽ, ഒരാൾ നമ്മളോട് ഇൻഫർമേഷൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സോ നമ്മൾ ആക്സിഡൻ്റലി ആണെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുക. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേഷനെ എന്താ പറയുക എഫക്റ്റീവ് ആക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഒബ്സർവ് ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. സോ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൽ ഒരുപാട് ട്രബിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വി മൈറ്റ് ഓൾവേസ് നോട്ട് ബി ഗുഡ് അറ്റ് അവർ ലാംഗ്വേജ്, ഓർ വി മൈറ്റ് ലാക്ക് കോൺഫിഡൻസ്. സോ ലൈക്ക് ഐ സെഡ്, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് ട്രബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നല്ല സ്പീക്കേഴ്സിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ട് വി ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷോ ഇൻട്രസ്റ്റ് ഇൻ ദം ആസ് ടു ഇംപ്രൂവ് അവർ ഓൺ കമ്മ്യൂണിക്കേഷൻ ലെവൽ. സോ മറ്റുള്ളവരുടെ നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സിൻ്റെ വാക്കുകൾ കേൾക്കുക, സ്പീച്ചസ് കേൾക്കുക, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വണ്ണാണ് ലിസൺ ആക്റ്റീവ്ലി. ലിസണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് നമ്മൾ മെസ്സേജ് കൊടുക്കുന്ന അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളത് റിസീവ് ചെയ്യുന്നതും ഇൻട്രസ്റ്റോടെ കേൾക്കുന്നതും. അത് നമ്മുടെ ഉള്ളിൽ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ലെവലിനെ ഇൻക്രീസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ ഈസ് ഡിസ്പ്ലേ എന്തൂസിയാസം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ കനോട്ട് ഹാപ്പൻ ഇഫ് ദ റിസീവർ ലുക്സ് അൺഇൻട്രസ്റ്റഡ്. നമ്മളിപ്പോൾ ഒരാളോട് ഒരു കാര്യം, ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണം, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, അവരതിനോട് താല്പര്യപ്പെടുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് എന്താ പറയുക ഫ്ലക്ടർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ തന്നെ അത് പല കേസസിനും ബാധിക്കാൻ നല്ല ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിൽ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഡു നോട്ട് കീപ്പ് എ പോക്കർ ഫേസ്, അപ്പിയർ എന്തൂസിയാസ്റ്റിക്. ഒരു പോക്കർ ഫേസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഡിസിൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ഫേസ് നമ്മൾ കീപ്പ് ചെയ്യുകയാണ്, ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ. സോ എക്സ്പ്രഷൻ വി മസ്റ്റ് എക്സ്പ്രസ് അവർ ഇമോഷൻസ്. ഒരു പോക്കർ ഫേസ് കീപ്പ് ചെയ്യുമ്പം ലൈക്ക് ഐ സെഡ് നമ്മുടെ കോൺഫിഡൻസിനെ ഫാൽട്ടർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ലൈക്ക് നമ്മളൊരാളോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ജോക്ക് പറയുകയാണ്, അപ്പോൾ മറ്റൊരാളിങ്ങനെ കേൾക്കാനോ വികാരമൊന്നുമില്ലാതെ നമ്മളിങ്ങനെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ അത് പല രീതിയിൽ ബാധിക്കും. സോ പോക്കർ ഫേസ് കീപ്പ് ചെയ്യാതിരിക്കുക. ഈ പോക്കർ ഫേസ് എന്ന് ബേസിക്കലി പറയുന്നത് പോക്കർ ഗെയിമിലൊരു ന്യൂട്രൽ ഫേസ് വെച്ചിട്ട് മറ്റൊരാൾക്ക് നമ്മുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് പിടി കൊടുക്കാതെ നിൽക്കുന്ന ഒരു ന്യൂട്രൽ ഫേസ് ആണല്ലോ. പക്ഷേ അത് നമ്മൾ റിയൽ ലൈഫ് കമ്മ്യൂണിക്കേഷൻസിന് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് എൻകറേജ് ദ സ്പീക്കർ ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് നമ്മുടെ സ്പീക്കറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യും. സപ്പോസ് നമ്മളൊരാളോട് സംസാരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു റിസീവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് കൂടുതൽ അറിയണമെന്ന രീതിയിൽ ഒരു സ്മൈൽ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന എന്തെങ്കിലും സൈന് കാണിക്കുകയാണെങ്കിൽ മറ്റേ സ്പീക്കറിന് അതൊരു നല്ലൊരു മോട്ടിവേഷൻ ആകും. അപ്പോൾ അവർ കൂടുതൽ സംസാരിക്കും. അപ്പം കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ഐ സെഡ് വിൽ ബി സ്മൂത്ത്. പിന്നെ ബോഡി ലാംഗ്വേജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. അതായത് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഒരു കമ്മ്യൂണിക്കേഷനിൽ ഓൾവേസ് ബോഡി ലാംഗ്വേജ് ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ കോൺഫിഡൻസ്, ഇതൊക്കെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. സോ ഓൾവേസ് കീപ്പ് എ ബെറ്റർ ബോഡി ലാംഗ്വേജ്.
നെക്സ്റ്റ് വൺ ഇസ് ബി എംപത്തറ്റിക്. സോ ഗുഡ് കമ്മ്യൂണിക്കേഷനിൽ സിമ്പത്തിയേക്കാൾ കൂടുതൽ എംപത്തി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളെ മറ്റൊരാളുടെ ഷൂസിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ഥാനത്ത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ഒരു സിറ്റുവേഷനിലുള്ള ഫീലിങ്സ് നമ്മളിൽ റിഫ്ലക്റ്റഡ് ആവുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം നമ്മളിലേക്ക് വന്നിട്ട് നമുക്കത് മനസ്സിലാവുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു സർട്ടൻ സെൻസ് ഓഫ് കമ്പാഷൻ നമുക്കിടയിൽ ഫോം ചെയ്യും. അത് ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. സോ എമ്പതി, നമ്മളെപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷനിൽ എമ്പതി പ്രാക്ടീസ് ചെയ്യുക. സിമ്പതിയേക്കാൾ കൂടുതൽ ഏറ്റവും ബെറ്ററാണ് എമ്പതി എന്നാണ് പറയുന്നത്. പിന്നെ സൈലൻസ് ഈസ് എ വൈറ്റൽ എലമെൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ക്യാൻ പ്രോംപ്റ്റ് മോർ വേർഡ്സ് ഔട്ട് ഓഫ് അനദർ പേഴ്സൺ. അതായത് പീസ്ഫുൾ സൈലൻസ് ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിൽ തന്നെ ചില മൊമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ വി വാണ്ട് ടു ട്യൂൺ ഔട്ട് അവർ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ബി ഇൻ അവർ ഇന്നർ സെൽഫ്. അതായത് സൈലൻസ് നമ്മൾ ക്രേവ് ചെയ്യുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇൻ ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കാതെ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു സ്പേസ് അയാൾക്ക് കൊടുത്തിട്ട് അവർ സംസാരിക്കാൻ എൻകറേജ് ചെയ്യുക. അതായത് ഒരു പീസ്ഫുൾ സൈലൻസ് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് സ്പീക്കറിലൂടെ ഒരുപാട് വേർഡ്സ് കൂടുതൽ അവരെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ പ്രോംപ്റ്റ് മോർ വേർഡ്സ് ഔട്ട് ഓഫ് ദ സ്പീക്കർ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റിഫ്ലക്റ്റ് ഹോണസ്റ്റി. ഇതിനെക്കുറിച്ച് ഞാൻ എലാബറേറ്റ് ചെയ്ത് സംസാരിക്കുന്നേ ഇല്ല, കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഹോണസ്റ്റി ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ എവറി ഡേ ലൈഫ്. ഒരു കമ്മ്യൂണിക്കേഷനില്ല, നമ്മുടെ ഒരു ലൈഫ് തന്നെ ഹോണസ്റ്റി പ്ലേ ചെയ്യുന്നൊരു റോൾ വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഒരു ഹോണസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ആളുകൾ നേച്ചുറലി നമ്മളോട് അട്രാക്റ്റഡ് ആയി വന്ന് നമ്മളുമായിട്ടൊരു സ്മൂത്ത് കോൺവെർസേഷൻ അവർ തയ്യാറാകും. അപ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആവുകയും എഫക്റ്റീവ് ആവുകയും എഫേർട്ട്ലെസ് ആവുകയും ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എഫേർട്ട്ലെസ് ആവുകയാണ്. നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കാതെ നേച്ചുറലി വരുന്ന ടൈപ്പ് കോൺവെർസേഷനാണ് എഫേർട്ട്ലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ എഫേർട്ട്ലെസ് കമ്മ്യൂണിക്കേഷനെ ലീഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹോണസ്റ്റി. സോ ഓൾവേസ് റിഫ്ലക്റ്റ് ഹോണസ്റ്റി. സോ നെക്സ്റ്റ് വൺ ഇസ് പോളിഷ് സെൻസ് ഓഫ് ഹ്യൂമർ. വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. സോ പല സ്റ്റേജസിലും വി ക്രേവ് ജോക്സ്. അതായത് നമ്മൾ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് ജോക്സ്. പല സിറ്റുവേഷനിലും ആപ്റ്റ് ആകുന്ന ടൈപ്പ് ജോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷനിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഈ ജോക്സ് എന്ന് പറയുന്നത്. ഒരു ഗുഡ് ഹ്യൂമർ ഈസ് ഓൾവേസ് വെൽക്കം ഇൻ എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷനിൽ ഗുഡ് ഹ്യൂമർ എപ്പോഴും വെൽക്കമാണ്. പക്ഷേ ഈ ഒരു ഹ്യൂമർ സെൻസിനെ കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു തമാശ പറയുന്ന സമയത്ത് പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം. സപ്പോസ് ചിലരുണ്ടാവും ചില കോൺവെർസേഷൻ്റെ ഇടയിലൊക്കെ ബോഡി ഷെയിം ഒക്കെ ചെയ്യുക, ബുള്ളി ചെയ്യാനൊക്കെ ശ്രമിക്കും. മറ്റൊരാൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുന്നു പലപ്പോഴും ചിന്തിക്കാതെയാണ് ഈ പറയുന്നത്. ആൻഡ് ഈ ഒരു ബുള്ളിങ് അല്ലെങ്കിൽ ബോഡി ഷെയിമിങ്ങിന് ഇരയാവുന്ന വ്യക്തി പലപ്പോഴും ചിരിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നിൽക്കും. പക്ഷെ അവരുടെ മനസ്സിലെപ്പോഴും ആ ഒരു ഹേർട്ട് അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് നിലനിൽക്കും. സോ ഓൾവേസ് മേക്ക് ഷുവർ യു ഡോണ്ട് മേക്ക് അനദർ പേഴ്സൺ അൺകംഫർട്ടബിൾ ബൈ സെയിങ് ജോക്സ് ദാറ്റ് ആർ നോട്ട് പൊളിറ്റിക്കലി കറക്റ്റ്. പിന്നെ സ്യൂട്ടബിൾ ടു ഒക്കേഷൻ ആയിരിക്കണം, ഹാംലെസ് ആയിരിക്കണം. അതായത് ഹാംലെസ് എന്ന് പറയുമ്പോൾ മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ ലൈറ്റായിട്ടുള്ള ഫണ്ണി ജോക്സൊക്കെ കമ്മ്യൂണിക്കേഷനിലാവാം എന്നാണ് പറയുന്നത്. പിന്നെ സ്യൂട്ടബിൾ ടു ഒക്കേഷൻ, അതായത് പരിസരബോധം അറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ട് വേണം സംസാരിക്കാൻ. അല്ലാതെ ഒരു ബന്ധമില്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയി ജോക്ക് അടിക്കുക എന്നുള്ളത് ആ ഒരു സറൗണ്ടിങ്സിന് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അപ്രോപ്രിയേറ്റ് അല്ല. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ജോക്സ് ആർ പൊളിറ്റിക്കലി കറക്റ്റ്, സ്യൂട്ടബിൾ ടു ദ ഒക്കേഷൻ ആൻഡ് ഹാംലെസ്. നെക്സ്റ്റ് വൺ ഈസ് പോസിറ്റിവിറ്റി. ഇത് നമ്മൾ ഹോണസ്റ്റിയെ പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നില്ല, നമ്മുടെ എവറി ഡേ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് പോസിറ്റിവിറ്റി. നമ്മളൊരു പോസിറ്റീവ് പേഴ്സൺ ആണെങ്കിൽ പീപ്പിൾ വിൽ നേച്ചുറലി ഗ്രാവിറ്റേറ്റ് ടുവേർഡ്സ് അസ്. ഇതൊരു ഫാക്റ്റാണ്. അതായത് ആരും നെഗറ്റിവിറ്റി ക്രേവ് ചെയ്യില്ല. ആരും നമ്മുടെ അടുത്ത്, നമ്മളൊരു നെഗറ്റീവ് പേഴ്സൺ ആണെങ്കിൽ ആരും നമ്മളെ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യില്ല. കാരണം ആർക്കും അവരുടെ ലൈഫിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി താല്പര്യം ഉണ്ടാവില്ല. സോ ഒബ്വിയസ്ലി പീപ്പിൾ വിൽ ബി മോർ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ പ്രോൺ ടു അട്രാക്ട് പോസിറ്റീവ് പീപ്പിൾ. സോ എന്തായാലും പോസിറ്റീവ് ആളുകളിലേക്കാണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുക. സോ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് പോസിറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പോസിറ്റീവ് പേഴ്സൺ ആണ്, എല്ലാം ലൈറ്റായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രീതിയിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ നാച്ചുറലി കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവും. കാരണം മറ്റേ പേഴ്സണും ഈ ഒരു പോസിറ്റിവിറ്റി
കിട്ടും. സോ പോസിറ്റീവ് എനർജി നമ്മൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകും. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ക്ലാരിറ്റി. ഇത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. ക്ലാരിറ്റി ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ക്ലാരിറ്റി മേക്സ് റൂം ഫോർ നോ മിസ്അണ്ടർസ്റ്റാൻഡിങ് and it will make sure your confidence is വെൽ കെയിം ഓഫ്. അതായത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ അതേ സമയത്ത് തെറ്റിദ്ധാരണ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കാൻ നമ്മൾ ക്ലാരിറ്റിയോടെ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ കോൺഫിഡൻസും മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കും. സോ കമ്മ്യൂണിക്കേഷനിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So next one is last one, eighth one is careful choice of words. അതായത് ചില കമ്മ്യൂണിക്കേഷന് നമ്മുടെ സൈലൻസ് ആയിരിക്കും ബെറ്റർ. ചില സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ആപ്റ്റ് ആയിരിക്കും. കാരണം ഒബ്വിയസ്ലി ചില സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മറ്റൊരാളെ അൺകംഫർട്ടബിൾ ആക്കാനോ അല്ലെങ്കിൽ അവരെ സംസാരം നിർത്തിക്കാനോ ചാൻസ് ഉണ്ടാവാറുണ്ട്. സോ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ വാട്ട് യു ഡോണ്ട് സേ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറയാത്തതും ഇമ്പോർട്ടൻ്റ് ആണ്. ചില സിറ്റുവേഷനിൽ നമ്മൾ സംസാരിക്കാത്തതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ യുവർ ചോയ്സ് ഓഫ് വേർഡ്സ് ഷുഡ് ബി പെർഫെക്റ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇപ്പോൾ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മൾ ചോയ്സ് ഓഫ് വേർഡ്സ് പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഒരു കോൺവെർസേഷന് അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിന് മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്യണം. പിന്നെ അവോയ്ഡ് ഫില്ലർ വേർഡ്സ്. അതായത് ഫില്ലർ വേർഡ്സ് ഉണ്ടല്ലോ, നമ്മൾ സൈലൻസ് ഫില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊരു വേർഡ് ചിന്തിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ഞാനത് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എനിക്കത് ഒരുപാട് തരത്തിൽ ഡിഫറെൻറ്റ് വേസിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ ഫില്ലർ വേർഡ്സ് ലൈക്ക് റൈറ്റ്, ഓ, ഇങ്ങനത്തെ വേർഡ്സൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് കോൺവെർസേഷൻ്റെ ആ ഒരു ഫ്ലോയെ ഡിസ്റപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്ററപ്റ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വാട്ട് യു ഡോണ്ട് സേ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. യുവർ ചോയ്സ് ഓഫ് വേർഡ്സ് ഷുഡ് ബി പെർഫെക്റ്റ്. അവോയ്ഡ് ഫില്ലർ വേർഡ്സ് ലൈക്ക് റൈറ്റ്, ഓ, എക്സെട്രാ that disrupt the flow of communication. So I hope what I said is perfectly clear. So this unit is also over.